എല്ലാവർക്കും സൗമ്യാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോകുന്നത് മഞ്ഞൾ പാലാണ്. അപ്പോൾ ഈ മഞ്ഞൾ പാലിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായി സ്ട്രെങ്തൻ ചെയ്യാൻ മഞ്ഞൾ ഏറ്റവും നല്ലതാണ്. പിന്നെ ചുമ, ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ മഞ്ഞൾ പാല് കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുറേ കാലം സ്ഥിരമായി മഞ്ഞൾ പാല് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു രോഗപ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്ന്, അതായത് നമുക്ക് നിറം വയ്ക്കാനും മഞ്ഞൾ ഏറ്റവും നല്ലതാണ്. കാരണം മഞ്ഞൾ കുറേ അധികം ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ സ്ഥിരമായിട്ട് ഈ മഞ്ഞൾ പാല് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു കോംപ്ലക്ഷനിലും നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. സ്കിന്ന് നല്ലൊരു ഷൈനിങ് ആയിട്ടും ബ്രൈറ്റായിട്ടും ഇരിക്കാൻ നമുക്ക് ഈ മഞ്ഞൾപ്പാൽ സഹായിക്കും. പിന്നെ അതുമാത്രമല്ല, വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പിനെ അലിയിച്ച് കളയാനും മഞ്ഞൾ ഏറ്റവും നല്ലതാണ്. പിന്നെ സ്ഥിരമായി കുട്ടികൾക്ക് എന്തായാലും ഈ മഞ്ഞൾപ്പാൽ കൊടുത്തിരിക്കണം. കാരണം അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. പല അസുഖങ്ങൾ വരാതിരിക്കാനും ഈ മഞ്ഞൾ സഹായിക്കും. ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ളതാണ് മഞ്ഞൾ. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ മഞ്ഞൾ ഉപയോഗിച്ച് ഈ മഞ്ഞൾ പാല് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് മിസ്സാവാതെ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്, ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. പാല് നമുക്കൊന്ന് ആദ്യം നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കാം. പാല് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പശുമ്പാൽ കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ, പശുമ്പാൽ കുടിച്ചാൽ എന്തെങ്കിലും അലർജിയോ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നട്ട് ബേസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ കാഷ്യൂ മിൽക്ക്, സോയാ മിൽക്ക് അതുപോലത്തെ മിൽക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പശുമ്പാൽ കുടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് ദയവ് ചെയ്ത് നിങ്ങൾ കുടിക്കാതിരിക്കുക. ഇപ്പോൾ പാല് ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു മഞ്ഞൾപ്പൊടിയാണ്. സോ ഇതിൽ ഓൾറെഡി മഞ്ഞൾ, കുരുമുളകും തുളസി എല്ലാം ഉണക്കി പൊടിച്ചതാണ് ഈ ഒരു മിക്സ്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെറും സാധാരണ മഞ്ഞൾപ്പൊടിയാണുള്ളെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഫ്രഷ് കുരുമുളക് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം, ഒന്ന് ചൂടാവണം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഈ മഞ്ഞൾ പാല് കൊടുക്കുകയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും, പിന്നെ അത് മാത്രമല്ല ഈ രാത്രി ഉറങ്ങാൻ, ചില ആൾക്കാർക്ക് രാത്രി ഉറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പം നല്ലൊരു ഉറക്കം കിട്ടാനും ഈ മഞ്ഞൾ പാല് വളരെയധികം നല്ലതാണ്. കാരണം അത്രയും അധികം ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ മഞ്ഞളിൽ. അപ്പോൾ നമ്മുടെ പാല് ഇതേ ഇപ്പോൾ റെഡിയായി. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മധുരമില്ലാതെ കുട്ടികൾ കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ പനം കൽക്കണ്ടം അല്ലെങ്കിൽ പനം ശർക്കര ഇട്ടിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കൊടുക്കാം. അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഞ്ഞൾ പാല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ രാവിലെ ഇതൊരു ഗ്ലാസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ കുടിക്കില്ല എന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് അങ്ങനെയും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുറേ ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ ഒരു റെസിപ്പി. ഇതിൽ ഒരു സൈഡ് എഫക്ട്സും ഒന്നും വരില്ല. കാരണം എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുകയും വേണം. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye.